ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും കാണാണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാമല്ലേ. അപ്പോൾ വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നും ഉണ്ടാവും, നമുക്ക് പള്ളിയിൽ നിന്നും കിട്ടും. അപ്പോൾ ഇവിടെ ഇതുവരെ നോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ജീരകക്കഞ്ഞി ഉണ്ടാക്കി 2-3 ഫ്രണ്ട്സിൻ്റെ റൂമിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് ഞാൻ പച്ചരി മഞ്ഞളും ആശാളിക്കിട്ടൊന്ന് വേവിച്ച് വെച്ചു. ഇനി നമുക്കൊന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇഫ്താർ സ്പെഷ്യൽ സൂപ്പർ ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട് വേണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് കസുകസ് വേണം. അതൊന്ന് കഴുകിയിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡ്രിങ്ക് സെറ്റ് ആകുമ്പോഴേക്കിനും ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അരി പച്ചരിയും മഞ്ഞളും ആശാളിയും ഉപ്പും കൂടിയിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി വേവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ പണി കേട്ടോ. ഇനി നമുക്ക് ഫ്രൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് സലാഡിനൊക്കെ അരിയില്ലേ, ആ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയും അതുപോലെ തന്നെ സ്വീറ്റ് മെലൺ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാ ഫ്രൂട്ടും ഇടാം. പഴം, അതുപോലെ തന്നെ പൈനാപ്പിൾ, പേരക്ക, നമ്മളിൽ എന്ത് ഫ്രൂട്ട് ഉണ്ടോ അതൊക്കെ ഇടാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഈ 2-3 ഫ്രൂട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്കിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നൂലപ്പം മുട്ടക്കറിയാണ്. പിന്നെ ഇന്ന് എണ്ണ പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഡെയിലി എണ്ണയിൽ വറുത്ത് കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എണ്ണ പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഉണ്ടാക്കുള്ളൂ. മക്കൾക്ക് നോമ്പുള്ള ദിവസം ഉണ്ടാക്കും കേട്ടോ. അവർക്കൊരു ഇഷ്ടമാണല്ലോ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇക്കാക്ക് മാത്രം നോമ്പുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ന് ഫ്രൈ ഒന്നും ആക്കണില്ല. ജസ്റ്റ് ഈ ഒരു ഡ്രിങ്കും അതുപോലെ തന്നെ നൂലപ്പം മുട്ടക്കറി ഫ്രൂട്ട് അതൊക്കെ വെച്ചാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ. അപ്പോൾ ഇതാ നമ്മുടെ ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്വീറ്റ് മെലനും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ കുറവാണ് ഗൈസ്, എല്ലാവരും കമൻറ്റൊക്കെ ഇടുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മുന്തിരി, ഈത്തപ്പഴം ഇതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി കുരുവൊക്കെ കളഞ്ഞെടുത്തു, ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതുകൂടി നമ്മുടെ ഫ്രൂട്ടിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. നട്ട്സ്, എല്ലാ നട്ട്സും ഇടാം. വാൾനട്ട്, ബദാം, ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ഫ്രൂട്ടും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടിയിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുന്ന ടൈമിൽ നല്ല തണുപ്പിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ കുക്കർ ഫുള്ളായി. അപ്പോൾ ഇളക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. കഞ്ഞിയുടെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് നാളികേരം അതുപോലെ തന്നെ ജീരകവും ചുവന്നുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് കേട്ടോ. അരക്കണതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരച്ചെടുത്തു. ജീരകവും നാളികേരവും ചുവന്നുള്ളിയും കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ ഈ കഞ്ഞി കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞിയുടെ ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചിലർ ഇതിൽ തിളച്ച് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ കാച്ചി ഒഴിക്കും. നമ്മളതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് തിളപ്പിച്ചാൽ തന്നെ നമ്മളെ കഞ്ഞി റെഡിയായി കിട്ടി. ഇത് പള്ളിയിൽ നിന്നും നമുക്ക് നാട്ടിൽ ഇതുപോലെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പള്ളിയിൽ നിന്നും അങ്ങനെ കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതാ നമ്മുടെ കഞ്ഞി നന്നായി ഇളക്കി കൂട്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഭാഗമായിട്ടാണ് തിളപ്പിക്കുന്നത്. കുക്കർ ഫുള്ളായി. അപ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി 2 ബാച്ചായിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് സാബൂനരിയാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്കിലേക്ക് വേണ്ട ഒരു സംഭവമാണ്. ഞങ്ങൾ സാബൂനരി എന്നാണ് പറയുക. അതിന് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇതും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാബൂനരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നൂലപ്പത്തിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് തിളച്ച വെള്ളം, ഉപ്പ് ചേർത്ത തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നൂലപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിലേക്കൊക്കെ ആക്കുന്ന രീതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാട്ടിയെടുക്കാം. അങ്ങനെ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പരിചയമുള്ള കാരണം കുറേ അങ്ങോട്ട് ഒഴിച്ചതാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിലാക്കിയിട്ട് എടുക്കാം. നമ്മുടെ പത്തിരിയുടെ ഒരു പരുവല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇളക്കി ഒരു ടൈറ്റ് പാടില്ല, ഒത്തിരി ലൂസാവണ പരുവം വരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. പൊടി നന്നായി ടൈറ്റായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നൂലപ്പം ഇങ്ങനെ ചിറ്റിയെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും, കൈക്കൊക്കെ നല്ല വേദന തോന്നും. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടിരുന്നാൽ, നല്ല ലൂസല്ല, അതിൻ്റെ ഒരു പരുവുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ നമുക്കിങ്ങനെ ചിറ്റിയെടുക്കുമ്പോൾ നല്ല എളുപ്പം തോന്നും. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല ഇതിലാക്കി എടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കുന്നിട്ട് കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഡ്രിങ്കിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. പാലാണ് വേണ്ടത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് പാലൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പാല് നീക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവറാണ് ഇടുന്നത് കേട്ടോ. ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ മറ്റേ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ അതും ഇടാം കേട്ടോ. ഞാനിപ്പോൾ കസ്റ്റാർഡ് ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കസ്റ്റാർഡ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട കിട്ടാതെ കിട്ടും. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ കോൺഫ്ലവർ കലക്കിയതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതൊഴിക്കിനോട് കൂടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറുക്കണതിന് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ നന്നായി കഴിച്ചോളും കേട്ടോ. ഫ്രൂട്ട് അതിലുണ്ടെന്ന് തന്നെ അറിയില്ല, അവർ കോരി കഴിക്കുമ്പോൾ ഫ്രൂട്ടും കൂടി കഴിച്ചോളും. അപ്പോൾ ഇനി നമ്മുടെ സാബൂനരി വേവിച്ചത് ഈ പാലിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ ചൂട്ടോട് കൂടി തന്നെ ചെയ്യാം കേട്ടോ, കാരണം അതും സാബൂനരി വേവിച്ചതും ചൂടുണ്ട്, പാലും ചൂടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേവ് കുറച്ച് കുറവാണെങ്കിലും ഈ ചൂട്ടോട് കൂടി ഇരുന്ന് വെന്തോളും. അപ്പോൾ നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, എന്നാലും മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്രൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച ഇതുണ്ടല്ലോ കസ്കസ്, അതും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ എല്ലാതും കൂടി മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. നന്നായി തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിന് മുന്നായിട്ട് നമ്മുടെ കസ്കസ് കുതിർത്തതുണ്ടല്ലോ, കണ്ടോ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അത് നേരത്തോടെ ചെയ്ത് വെക്കണം, അപ്പോഴാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് വീർത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. അതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. ഇനി നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടല്ലോ, നോമ്പ് തുറക്കേണ്ട ടൈമും ആയി ഏകദേശം. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്കാണ് ഞാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടില്ല. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് മുട്ടക്കറിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച്, എന്നും നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മൺചട്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 സവാള ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ടക്കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നില്ല, അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സവാള വാട്ടിയെടുക്കുക, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, അയ്യോ ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഇട്ടപ്പോൾ തന്നെ ഉപ്പിടാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കേട്ടോ, മറന്നുപോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറി മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ തക്കാളി, 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് അതിൽ വെന്ത് അലിഞ്ഞ് ചേരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് അതിൽ വെന്ത് അലിഞ്ഞു, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കോഴിമുട്ട പുഴുങ്ങി വെച്ചതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 കോഴിമുട്ടയാണ് പുഴുങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് നാളികേരപ്പാലും കൂടി ഒഴിക്കണം കേട്ടോ. അതിപ്പോഴല്ല, ലാസ്റ്റ് ഒഴിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സെറ്റാക്കാം. അപ്പോൾ ആ സമയം ഇതാ നമുക്ക് ഈ നൂലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം, അപ്പോഴാണ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആവുക. അപ്പോൾ അതാ നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി കുറേശ്ശെ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നൂലപ്പം നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ നൂലപ്പത്തോടു കൂടി ഇന്നത്തെ പണി ഇവിടെ കഴിയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ സെപ്പറേറ്റ് ഒന്നും ഇല്ല. നമ്മളെ നോമ്പ് തുറക്കാനോ കുറച്ച് വെള്ളം കലക്കണം. ഇന്ന് ഡ്രിങ്ക് ഉള്ളതുകൊണ്ട് ജ്യൂസൊന്നും അടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് നാരങ്ങ വെള്ളം മാത്രം കലക്കുന്നുള്ളൂ. പിന്നെ നൂലപ്പം, മുട്ടക്കറി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അത് കഴിക്കും. പിന്നെ കഞ്ഞിയുണ്ട്, കഞ്ഞിയും കുടിക്കാം. അപ്പോൾ ഇതാ നൂലപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സംഭവങ്ങൾ. നോമ്പ് തുറക്കാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു എന്താ പറയുക, സാധാരണ നോമ്പ് തുറയാണ്. സ്പെഷ്യൽ വിഭവങ്ങളൊന്നുമില്ല. മക്കൾക്ക് നോമ്പുള്ള ദിവസമാണ് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് നൂലപ്പം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. നോമ്പിന് നമ്മുടെ നാട്ടിലാണ് ഒരു സന്തോഷം. ഇവിടെ ഒന്നും അത്രയ്ക്കും കൂടി ഇതില്ല. നമ്മളിങ്ങനെ റൂമിലിരിക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറേശ്ശൊക്കെ ഷെയർ ചെയ്യും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അയൽപക്കത്തു നിന്നൊക്കെ നോമ്പ് തുറക്കണതിന് മുന്നായിട്ട് എല്ലാ വീടുകളിൽ നിന്നും അവിടെ ഉണ്ടാക്കിയതിൽ നിന്ന് 1-2 ഐറ്റംസൊക്കെ നമുക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് കൊണ്ടുവരുന്നവരെ കയ്യിൽ നമ്മളും കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ സ്പെഷ്യൽ ഉണ്ടാവും നോമ്പ് തുറക്കാനായിട്ട്. ടേബിളുമ്പോൾ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കിയാലും നമ്മുടെ ടേബിളുമ്പോൾ ഒരു 3-4 ഐറ്റം ഉണ്ടാവും അയൽവക്കത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. നാട്ടിലാവുമ്പോഴൊരു പ്രത്യേക സന്തോഷവും ഇതൊക്കെയാണ് നോമ്പിന്. അങ്ങനെ അപ്പോൾ നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഇനി കുറച്ച് നാളികേരപ്പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നോമ്പ് തുറ. ഇനി നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കൂടി കലക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ